നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ കുഞ്ഞു വീഡിയോ ആണ്. ശരിക്കും പറഞ്ഞാൽ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് നിന്നു, അതൊന്നും നടന്നില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെറുതായി പോയത് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ നമ്മുടെ ബുള്ളറ്റ് കൊണ്ടുവന്ന് സർവീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം എടുക്കാൻ പോകാൻ നിന്നപ്പോഴേക്കും ഭയങ്കര മഴയായിരുന്നു കേട്ടോ. പിന്നെ സർവീസ് ചെയ്തതല്ലേ ഉള്ളൂ, പിന്നെ പോയി അങ്ങനെ മഴയത്ത് എടുത്തുകൊണ്ട് വരും, ചെടിയൊക്കെ അടിച്ച് വീണ്ടും വൃത്തികേടാവില്ലേ എന്ന് കരുതിയിട്ട് എടുത്തില്ല. അങ്ങനെ ഇന്നിപ്പോൾ രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 12 മണിയാകും കേട്ടോ. വെയിലൊന്നുമില്ല, നല്ല മഴക്കാറുണ്ട്. അങ്ങനെ ഞാനും ഏട്ടനും കൂടി ബുള്ളറ്റ് എടുക്കാനായിട്ട് പോവുകയാണ്. പോകും വഴിക്ക് 2-3 കൊറിയർ കൊടുക്കാനുണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നമുക്ക് വീടിനടുത്തൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമ്മൾ ഇങ്ങനെ പോകുമ്പോഴൊക്കെ എത്തിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ 2-3 കൊറിയറെല്ലാം കൊടുത്തു. പിന്നെ എന്നിട്ട് നേരെ പോവുകയാണ്. നമ്മൾ ബുള്ളറ്റ് എടുത്തത് അങ്ങ് നെടുമങ്ങാട് അവിടെ നിന്നാണ് കേട്ടോ. അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അങ്ങനെ അവിടെ നിന്നാണ് എടുത്തത്. അപ്പോൾ സർവീസിന് കൊടുക്കുന്നതും അവിടെയാണ്. എന്താ സ്ഥലത്തിൻ്റെ പേര് മറന്നതുകൊണ്ട് കേട്ടോ, സോറി. ഓക്കെ, അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. പിന്നെ ഒരുപാട് സന്തോഷമുള്ള കാര്യം, നമ്മളിപ്പോൾ എടുത്തിട്ട് വന്ന സാരികളെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി വളരെ കുറച്ച് പീസസ് മാത്രമേ ഉള്ളൂ. ഇനി കുറച്ച് ചെട്ടിനാട് സാരീസ്, കല്യാണി കോട്ടനൊക്കെ ഫുൾ കഴിഞ്ഞു കേട്ടോ. അതിൽ ഇനി കുറച്ച് ചെട്ടിനാട് സാരീസ് മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. അതിലൊരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നമ്മുടെ സാരീസൊക്കെ നിങ്ങളെല്ലാവരും വാങ്ങുന്നത്, നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് വാങ്ങുന്നത്. എൻ്റെ പ്രൊമോഷൻ അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് പിക്കിളിൻ്റെ ഒരു ബിസിനസ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. അപ്പോൾ അതെല്ലാം നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ വഴിയാണ് എല്ലാം പോകുന്നത്. അതിലൊരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എന്നിട്ട് വണ്ടിയെല്ലാം എടുത്തിട്ട് വന്നപ്പോഴേക്കും ഇന്ന് ഉച്ചയ്ക്ക് കഞ്ഞിയും പയറുമാണ്. ഏട്ടന് കഞ്ഞിയും പയറും, വേദയ്ക്ക് ഞാൻ രാവിലെ ചപ്പാത്തി ഒരു പീറ്റ്സ പോലെയൊക്കെ ആക്കി കൊടുത്തു വിട്ടു. ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും മുട്ടക്കറിയായിരുന്നു. എനിക്ക് ക്യൂക്കുംബറും ക്യാരറ്റും മുട്ടയൊക്കെയാണ്. പിന്നെ യോഗേർട്ടും ഉണ്ട്. ഗ്രീക്ക് യോഗേർട്ട് ഉണ്ട്. വൈകിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ കല്യാണത്തിന് പോകുമ്പോൾ കുറച്ച് ഞാൻ പറഞ്ഞു എനിക്ക് 2 ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിച്ചേ പറ്റുള്ളൂ എന്ന് ഞാൻ ഡയറ്റീഷ്യനോട് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു ഉച്ചത്തെ മീലൊന്ന് ലൈറ്റ് ആക്കാൻ പറഞ്ഞു. അങ്ങനെ ക്യൂക്കുംബറും ക്യാരറ്റും എഗ്ഗും യോഗേർട്ടും ആക്കാമെന്ന് കരുതി. അപ്പോൾ ഏട്ടന് കഞ്ഞിയും പയറും എന്ന് പറഞ്ഞാൽ ഒരു ജീവനാണ്. അപ്പോൾ പിന്നെ ഏട്ടന് മാത്രം മതിയല്ലോ. എനിക്കും വേദയ്ക്കാണെങ്കിൽ സാധനം കണ്ടുകൂടാ കേട്ടോ. അപ്പോൾ ഏട്ടന് മാത്രം കഴിക്കുന്ന ദിവസങ്ങളിൽ വീട്ടിൽ കഞ്ഞിയും പയറും, അതിൽ കുറച്ച് ചോറും പയറും കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് വറ്റൽമുളകും കുറച്ച് തേങ്ങയും കൂടി അരച്ച് പേസ്റ്റാക്കി അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വേവിച്ചെടുക്കുന്നതാണ് ഇവിടുത്തെ കഞ്ഞിയും പയറും കേട്ടോ. എന്നിട്ട് നല്ല കുറുക്കിയെടുക്കും. അപ്പോൾ കഞ്ഞിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് ഉപ്പൂടെ ഇടും കേട്ടോ വെന്തെല്ലാം കഴിഞ്ഞ ശേഷം. അപ്പോൾ കഞ്ഞിയും പയറും റെഡിയാണ്. അതുകൊണ്ട് ഇന്ന് ജോലികളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും 3 ബാത്റൂമുകളും കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. കഴുകി വൃത്തിയാക്കി. പിന്നെ ബാക്കി പണിയുടെ ഓബി എടുത്തോളൂ. എങ്കിലും ആ വീട് മൊത്തത്തിൽ വല പിടിച്ച് കിടക്കുകയാണ്. വലയെല്ലാം വൃത്തിയാക്കി ആകെ മൊത്തത്തിലൊന്നും ഇതാക്കാനുണ്ട്. പക്ഷേ വലയൊന്നും വൃത്തിയാക്കിയില്ല. ഞാൻ ബാത്റൂമൊക്കെ കഴുകി എടുത്തതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. കുക്കിംഗ് മാത്രമേ ഇല്ലാതിരുന്നുള്ളൂ. പിന്നെ 2 ദിവസമായിട്ട് ഞാൻ ഇവിടെ എല്ലാം നെട്ടയത്തൊക്കെ ആയിരുന്നു. അപ്പോൾ വീട് മൊത്തത്തിൽ അലങ്കോലമായിട്ട് കിടന്നു. എല്ലാം വാരിപ്പറക്കി ഒതുക്കിയൊക്കെ വെച്ച് വന്നപ്പോഴേക്കും ഒരു സമയമായി കേട്ടോ. എത്ര ദിവസത്തേക്കാണെന്ന് അറിയത്തില്ല. ഒക്കെ കഴിച്ച് മുന്നോട്ട് പോകുന്നത്. എനിക്ക് വയറാട്ടോ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് വയറിനുള്ള എക്സസൈസൊക്കെ തരുന്നുണ്ട്. ഒരറ്റത്ത് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നും എപ്പോഴും ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം മാത്രമാണ് നമുക്ക് അറിഞ്ഞൂടാത്തത്. കല്യാണത്തിന് പോകുമ്പോൾ എനിക്കറിയില്ല, ദൈവമേ കൈവിട്ട് പോകല്ലേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് 2 ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ചിക്കൻ കുറച്ച് കൂടുതൽ എടുത്തിട്ട് ചപ്പാത്തിയുടെ ക്വാണ്ടിറ്റി കുറയ്ക്കാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് ജീവിച്ചു പോകുന്നത്. എന്നിട്ട് വൈകിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഒരു പല്ല് പുതിയതായിട്ട് പൊടിച്ച് വരുന്നു. അത് കുറേ നാൾ മുന്നേ ഭയങ്കര വേദനയൊക്കെ ആയിരുന്നു. അങ്ങനെ മറ്റേ ഗവൺമെൻറ് ഡെൻ്റൽ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ വട്ടപ്പാറയുള്ള, അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു എക്സ്റേ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞു. എക്സ്റേ എടുത്തിട്ട് പറഞ്ഞു ആ പല്ലൊരു എല്ലിൻ്റെ മുകളിൽ കൂടെ പൊടിച്ച് വരുന്നത് കൊണ്ട് എപ്പോഴും ഭയങ്കര വേദനയായിരിക്കും, അത് എടുത്ത് കളഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എടുത്ത് കളയാനായിട്ട് നിന്നപ്പോൾ ഞാൻ നമ്മുടെ ഊർമിള ഉണ്ണിയില്ലേ, ഊർമിള ചേച്ചിയുടെ ഒരു വീഡിയോ കണ്ടു. അങ്ങനെ പല്ലെടുക്കാൻ പാടില്ല, പല്ലെടുത്താൽ കുടുംബത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ മരണം സംഭവിക്കും, അവർക്കങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. അത് കണ്ടപ്പോൾ മനസ്സിന് എന്തോ ഒരു ടെൻഷൻ കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാനത് എടുക്കാൻ നിന്നില്ല. പിന്നെ ആ വേദന തനിയെ മാറി. കുറച്ച് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ അവർ തന്നായിരുന്നു അപ്പോൾ. എന്നിട്ടത് പൊടിച്ച് വരുന്നതിൻ്റെ വേദനയായിരുന്നു കേട്ടോ, മാറി. ഇപ്പോൾ വീണ്ടും ആ പല്ലിൻ്റെ അവിടെ ഭയങ്കര വേദന. ഒരു കിണറിൻ്റെ അത്ര വലിയൊരു കുഴിയാണ് ആ പല്ലിൻ്റെ അവിടെ ഉള്ളത്. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറിയിരിക്കും. എനിക്കതൊരു വല്ലാത്തൊരു വിമിഷ്ടം കേട്ടോ അത്. അപ്പോൾ അതൊന്ന് കാണിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞു നിന്നു. ഈ വണ്ടിയെല്ലാം എടുത്തിട്ട് വന്നപ്പോൾ എനിക്ക് ഒട്ടും വയ്യ. ഞാൻ പിന്നെ എടുക്കാനും പിടിക്കാനും ഒന്നും പോയില്ല കേട്ടോ. ഇനി എനിക്ക് നാളെ കുറച്ച് പരിപാടികളുണ്ട്. അത് കഴിഞ്ഞിട്ട് സൺഡേ പരിപാടിയുണ്ട്. അത് കഴിഞ്ഞ് മൺഡേ പോയി ഈ പല്ലിൻ്റെ പോടെല്ലാം ഒന്ന് അടച്ച് ചെറിയൊരു വേദനയൊക്കെ ഉണ്ട്, അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യണം. അതിന് ഇൻഫെക്ഷൻ ആയാലും പണി കിട്ടും കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവിടെ ഒരു ഭയങ്കര വേദന. അപ്പോൾ ഒന്ന് അവിടെ വെച്ച് എനിക്ക് ഈ ക്യാരറ്റ് കഴിക്കാൻ പറ്റില്ല, ബാക്കിയെല്ലാം കഴിക്കാം. ക്യാരറ്റ് കഴിക്കുമ്പോൾ ഭയങ്കര വേദന. പിന്നെ അന്നത്തെ ദിവസം ഫുള്ള് പോക്കാണ്. ഈ സൈഡിൽ വെച്ചാണ് ക്യാരറ്റ് കഴിക്കുന്നത്.
അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് പരിപാടികൾ ഇന്ന് വീഡിയോ ചെയ്യാമെന്ന് കരുതിയതാണ്. പക്ഷേ അതൊന്നും നടന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ചെറുതായിപ്പോയത്. അപ്പോൾ ഇതാണ് ഞാനിന്ന് കല്യാണത്തിന് ഇട്ടുകൊണ്ട് പോകാമെന്ന് കരുതിയത്. ശരിക്കും പറഞ്ഞാൽ വസ്ത്രമൊന്നും ഞാനൊരു സാരി എടുത്തു കൊടുക്കാനായിട്ട്. അപ്പോൾ എന്നെ ഓടിച്ചു വിട്ടു കേട്ടെ. നീ നീ കാണിക്കണത്, ഓർഡേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്, നീ എടുത്തതിന് ഉടുത്ത് ചീത്തയാക്കിയാൽ. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ കല്യാണത്തിന് ഉടുത്തിട്ട് മിണ്ടിപ്പോരുത്, നീ സാരി ഉടുക്കുമല്ലാതെ വെറുതെ ഇന്നിപ്പോൾ ഒരു ഷോ കാണിക്കാൻ വേണ്ടി ഇതിൽ നിന്നൊരു സാരിയൊന്നും എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഏട്ടനെ വഴക്ക് പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ആ സാരി അങ്ങ് വെച്ചിട്ട് എനിക്ക് ദേഷ്യം കൊണ്ട് ഞാൻ ഈ ഒരു ഡ്രസ്സിന് എടുത്തിട്ട്, എനിക്ക് ആ സാരി തരാത്ത ദേഷ്യത്തിൽ ഞാൻ വഴക്ക് കൂടി ഈ ഡ്രസ്സിന് എടുത്തിട്ട് കേട്ടോ. പക്ഷേ കുഴപ്പമില്ലല്ലേ, നമുക്ക് കല്യാണത്തിനൊക്കെ ഇട്ടുകൊണ്ട് പോയത് നമ്മുടെ വസ്ത്രയുടെ ഡ്രസ്സാണ് കേട്ടോ. ഈ ഒരു ഡ്രസ്സ് മാത്രമേ ഇനിയുള്ളൂ, അതിൻ്റെയൊക്കെ എല്ലാം സ്റ്റോക്ക് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ നേരെ കല്യാണത്തിന് പോയി. കല്യാണത്തിന് പോയപ്പോൾ ഇത് ആക്ച്വലി ഏട്ടൻ്റെ റിലേറ്റീവിൻ്റെ കല്യാണമാണ്. എനിക്ക് ആരെ അറിയത്തില്ല. ജസ്റ്റ് 1-2 പേരെയൊക്കെ കണ്ടുപോയി എന്നല്ലാണ്ട് റിലേഷനും അറിയില്ല, ഒന്നും അറിയത്തില്ല. ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണെന്ന് പറയുന്നത്. കല്യാണം മറ്റന്നാളാണ്, ഇന്ന് റിസപ്ഷനാണ്. മറ്റന്നാളാണ് കല്യാണം. പറഞ്ഞു വന്നത്, എനിക്കിവിടെ ആരെയും വലിയ പരിചയമൊന്നുമില്ല. പക്ഷേ എല്ലാവർക്കും നമ്മളെ അറിയാം കേട്ടോ. നമ്മുടെ യൂട്യൂബ് വീഡിയോസൊക്കെ കാണുന്നവരാണ് പകുതിയിൽ കൂടുതൽ ആൾക്കാരും. അപ്പോൾ എല്ലാവർക്കും നമ്മളൊക്കെ അറിയാം, വേദയും എന്നെയും ഒക്കെ അറിയാം, ഏട്ടനെയൊക്കെ അറിയാം. ഏട്ടനല്ലെങ്കിൽ അറിയാം, അവർ റിലേറ്റീവ്സ് അല്ലേ. ഒരുപാട് നാളിന് ശേഷം കാണുന്നുണ്ട്. ഏട്ടൻ അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞു കേട്ടോ. ഞാൻ അതിശയിച്ച് പോയി. സാധാരണ ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും ഏട്ടൻ വരാത്തതാണ്. ഇന്നിപ്പോൾ വന്നു, അവരോടൊക്കെ ഇരുന്ന് കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഇത് ഏട്ടൻ തന്നെയാണോ? അങ്ങനെ വന്നാൽ എവിടെയെങ്കിലും ഒഴുങ്ങി തിരിഞ്ഞ് മാറി നിൽക്കലാണ് ഏട്ടൻ്റെ പരിപാടി. വരാറില്ല, വളരെ അപൂർവമാണ് വരുന്നത്. എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ മാറിപ്പോയി നിൽക്കാറാണ് പതിവ്. പക്ഷേ എന്നും കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനും ഏതെങ്കിലും മുഖത്തോട് മുഖം നോക്കി ഇതെന്താണ് എന്നുള്ള രീതിയിൽ. എന്നിട്ട് ഞാൻ ലാസ്റ്റ് പറഞ്ഞു, ഏട്ടാ വാ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം എന്ന് പറഞ്ഞു. കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞു. പിന്നെ കഴിക്കാനൊക്കെ പോയി. ഭയങ്കര തിരക്കാട്ടോ ഫുഡൊക്കെ കഴിക്കുന്നിടത്ത്. അയ്യോ, പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഫുഡൊന്നും കഴിക്കുന്നിടത്ത്. ഞാൻ പിന്നെ ഡയറ്റീഷ്യൻ പറഞ്ഞനുസരിച്ച് 2 ചപ്പാത്തിയും ചിക്കൻ കറിയും ചിക്കൻ സ്റ്റൂ ഉണ്ടായിരുന്നു, അതും എടുത്തു. സാലഡും എടുത്തു. റൈസ്, പൊറോട്ട, സാലഡ്, പാസ്ത, കീസ്ത എല്ലാം ഉണ്ടായിരുന്നു. ഇതൊന്നും തൊട്ടു നോക്കിയില്ല, ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്ന് കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് നേരെ ഞാൻ നെട്ടയത്ത് പോയി വേദയെ കൊണ്ടുവന്നാക്കിയിട്ട് വന്നേക്കാണ് ഞാൻ. നാളെ ഞങ്ങൾക്കൊരു കുഞ്ഞ് യാത്ര എനിക്കും ഏട്ടനുമുണ്ട്. ഒന്ന് എറണാകുളം വരെ പോകണം. അപ്പോൾ വേദയ്ക്ക് നാളെ ശരിക്കും പറഞ്ഞാൽ ഹാഫ് ഡേ ആണ് സ്കൂള്. ചിൽഡ്രൻസ് ഡേയോടനുബന്ധിച്ച് എന്തോ പരിപാടികളും പഠിപ്പീരൊക്കെ ഉണ്ട്. എങ്കിലും ഞാൻ കരുതി ഹാഫ് ഡേ അല്ലേ, വിടണ്ടെന്ന് കരുതിയിട്ട് നാളെ ഒന്ന് എറണാകുളം വരെ പോകണം. അപ്പോൾ വേദയെ കൊണ്ടുവന്ന് ഇവിടെ ആക്കാനായിട്ട് വന്നതാണ്. വേദയെ കൊണ്ടാക്കിയ ശേഷം അപ്പോൾ തന്നെ ഞാൻ എണ്ണം തിരിച്ച് വീട്ടിൽ പോയി രാവിലെ എണീറ്റ് എറണാകുളം പോകണം. ഒരു 5 മണിക്കെങ്കിലും ഇവിടെ നിന്ന് തിരിക്കാമെന്ന് പറഞ്ഞ് നിൽക്കുക കേട്ടോ. അപ്പോൾ വേദയ്ക്ക് എന്തായാലും നമ്മൾ വേണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. എന്തായാലും കൊണ്ടുവന്ന് ഇവിടെ ആക്കി. ഇനി നാളെ വേദയ്ക്ക് ട്യൂഷനുണ്ട്, മിക്കവാറും ട്യൂഷൻ വിടത്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വിശേഷം ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. ഇന്നലെ വേദയെ പപ്പി കാണാതെ ഭയങ്കര ടെൻഷനായിരുന്നു. അവിടെ എവിടെയൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ടോ എന്ന് അമ്മ പറയുന്നുണ്ട് കേട്ടോ. വേദയും പപ്പിയും, ചീമയും പപ്പിയും, അച്ഛനും പപ്പിയും ഭയങ്കര കൂട്ടാണ്. അമ്മയും വലിയ കുഴപ്പമില്ല, ഞാനും പപ്പിയും ഭയങ്കര ശത്രുക്കളാണ് കേട്ടോ. ശത്രുക്കളല്ല, പപ്പിയും ഞാനും കൂടെ ചേരത്തില്ല. പപ്പിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പപ്പിയെ മൈൻഡ് ചെയ്യത്തില്ല കേട്ടോ. നമുക്ക് വേദ പിടിച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തായാലും ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പം നാളെ നമുക്ക് നമ്മുടെ എറണാകുളം വിശേഷമായിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.